എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങിയാൽ ജലക്ഷാമം ഉണ്ടാകില്ല എന്ന വാദവുമായി ഒയാസിസ് കമ്പനി. മദ്യ ഉൽപാദനത്തിന് 5 ഏക്കറിൽ നിർമ്മിക്കുന്ന മഴവെള്ള സംഭരണിയിലെ ജലം മതിയാകുമെന്നാണ് കമ്പനി പറയുന്നത്. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ സിറോ മലബാർ സഭ പാലക്കാട് രൂപതയും രംഗത്ത് വന്നിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിഖിൽ, നേരത്തെ തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പങ്കാളികൾ എന്ന നിലയിൽ ഒയാസിസ് എന്ന കമ്പനിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയത്തോടു കൂടിയാണ് കേരളത്തിൽ പ്രതിപക്ഷം നോക്കുന്നത്. അവിടെയാണ് ഈ മഴ നിഴൽ പ്രദേശമായ ഒരു മേഖലയിൽ 5 ഏക്കറിൽ ഈ റെയിൻ ഹാർവസ്റ്റിംഗിലൂടെ വെള്ളം സംഭരിക്കാൻ കഴിയുമെന്ന് കമ്പനി പറയുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്? ഗോപീഷൻ, അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മഴക്കുഴിയെക്കുറിച്ച് വി ഗോവിന്ദൻ മാസ്റ്ററോട് ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണൂരിൽ വിസ്മയ പാർക്ക് പ്രവർത്തിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മറു ചോദ്യമായി ചോദിച്ചത് അതെന്ത് തുലനമാണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അതുപോലെ പ്രവർത്തിക്കും ഈ മദ്യ കമ്പനി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കരിമ്പട്ടികയിലുള്ള കമ്പനി, ഒയാസിസ് കമ്പനി, ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കമ്പനി എലപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചാൽ ഇവിടെ മലിനീകരണമോ ജലക്ഷാമമോ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. 5 ഏക്കർ നിർമ്മിക്കുന്ന മഴവെള്ള സംഭരണിയിലെ വെള്ളം മതിയാകും ഈ മദ്യ ഉൽപ്പാദനത്തിന് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.